നമസ്കാരം. എളുപ്പത്തിൽ എങ്ങനെ വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താം, പലരും ആലോചിക്കുന്നതുമായ ചിന്തിക്കുന്നതുമായ ചില കാര്യങ്ങളാണ്. ഇന്ന് പല ആൾക്കാർക്കും വ്യക്തമായ ഒരു ഡെയിലി റൊട്ടീനോ ക്രമീകരണങ്ങളോ അല്ല എക്സസൈസോ അല്ല മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവിതം ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലെ വണ്ണമൊക്കെ കൂടും. അപ്പം ഇത് എങ്ങനെ കുറയ്ക്കാമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കണം, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം മെനക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കുറേ ടിപ്സ് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നു. ഞാൻ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലുള്ള വളരെ പോപ്പുലറായ ഒരു ഹെൽത്തി ഡ്രിങ്കിനെ പറ്റിയാണ് സംസാരിക്കുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഹെൽത്തി ഡ്രിങ്ക് കുടിച്ച് രാവിലെ ജ്യൂസ് കുടിക്കുന്നുണ്ട്, പിന്നെ വൈകിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ വണ്ണം ഒന്ന് ശരിക്കും കുറയാനായിട്ട് കുറേ കഴിയുമ്പോൾ പുള്ളി 3 നേരം ഈ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് മുടക്കി അദ്ദേഹം കുടിക്കുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇപ്പോഴാ ഡ്രിങ്കിനെ പറ്റിയൊക്കെ നാട്ടിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് പിടിയെന്ന് സ്റ്റോൺ ഉണ്ടായി പെട്ടെന്നായിരുന്നു. കാരണം അയാൾക്ക് ഒട്ടും വയ്യ. പെട്ടെന്ന് അയാൾ ഭയങ്കരമായിട്ട് പെയിനായി മയങ്ങി വീണ് ആശുപത്രിയിൽ പോയി. ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ സ്റ്റോണാണ്, നന്നായിട്ട് സ്റ്റോണുണ്ട്. അപ്പോൾ ഇയാളുടെ ഡെയിലി റൊട്ടീനൊക്കെ ഡോക്ടർ ചോദിച്ചപ്പം ഭക്ഷണകാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ കലക്കി കുടിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരിക്കലും നിങ്ങളിത് കലക്കി കുടിക്കരുത്, നിങ്ങൾ വേണമെങ്കിൽ ഒരു നേരമൊക്കെ കുടിച്ചു. കാരണം ഈ ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരൊന്നും ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഈ ക്രാഷ് കോഴ്സൊക്കെ പോയി അറ്റൻഡ് ചെയ്ത ആൾക്കാർ, അവർക്ക് യാതൊരുമായ പ്രവൃത്തി പരിചയമൊന്നുമില്ല. അവർ പറയുന്നതുകൊണ്ട് ആ ടാബ്ലറ്റ് കഴിക്കുക, അല്ല ഇത് കഴിക്കുക, അത് കഴിക്കുക എന്ന് പറയും. ചുമ്മാ ഒരു വാട്സപ്പിൽ കൂടി പറയുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു കോളേജിൽ പോയി ഈ 3-4 വർഷം പോയി കോളേജിൽ പോയി പഠിച്ച് പാസ്സായി വരുന്നവരും 6 മാസത്തെ ക്രാഷ് കോഴ്സിന് പോയിട്ട്, അല്ലെങ്കിൽ 3 മാസത്തെ ക്രാഷ് കോഴ്സിന് പോയിട്ട്, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ 3-4 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഫലത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ പോയി ചാടി കൊടുക്കുമ്പോൾ ആൾക്കാർ നമ്മളെ പറ്റിക്കും. കാരണം ഈ വക സാധനങ്ങളൊക്കെ കലക്കി കുടിക്കുകയും ചെയ്യും. പിന്നെ ഇവർ പ്രധാനമായിട്ട് ചെയ്യുന്നത് കുറേ ബ്രാൻഡ് അംബാസഡേഴ്സിനെ വെക്കും. ഈ അടുത്തിടയ്ക്ക് വന്നൊരു പ്രോഡക്റ്റിനകത്ത് ഞാൻ കണ്ട വിരാട് കോഹ്ലി ആയിരുന്നു ബ്രാൻഡ് അംബാസഡർ. അപ്പം പുള്ളി ഭയങ്കരമായിട്ട് ഇത് കുടിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ഇതിൽ കുടിക്കുന്നു, അവരുടെ ചായ കുടിക്കുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നതിനെ പറ്റിയൊക്കെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഈ വിരാട് കോഹ്ലിയുടെ ഒരു ഇൻ്റർവ്യൂ ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു, നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ, അതായത് നിങ്ങളുടെ ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇയാൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് പറയുമായിരിക്കും എന്ന് ഞാൻ കരുതി. പക്ഷെ അയാൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. വിരാട് കോഹ്ലി നോർമലി മുട്ട കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിക്കും. എല്ലാം വീട്ടിൽ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു പ്രോഡക്റ്റ് പോലും ഈ പാക്ഡായിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് പുള്ളി കഴിക്കുമെന്ന് പറഞ്ഞില്ല ആ ഇൻ്റർവ്യൂവിൽ.